വെൽക്കം ബാക്ക് ടു മഞ്ജുസ് യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞങ്ങളുടെ ഈ ഒരു ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മൈസൂർ ചർച്ചിനടുത്തുള്ള പ്ലാസ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനേക്കുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ BEd DLEd ഒക്കെ പഠിക്കുന്നവർക്കറിയാം, നമ്മുടെ ടൂർ എന്നൊക്കെ പറയുന്നത് വെറും ഒരു അടിച്ചുപൊളി അല്ലെങ്കിൽ ആസ്വാദനം മാത്രമല്ല, മറിച്ച് വിദ്യാർത്ഥിനികൾ തന്നെയാണ് നമ്മുടെ ടൂറിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഗ്രൂപ്പിൻ്റെ ഡ്യൂട്ടിയായ ഫുഡ് ആൻഡ് റിഫ്രഷ്മെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ടൂറിൻ്റെ ഗൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ ചൂടുള്ള പുട്ടുണ്ടായിരുന്നു, ചൂടുള്ള ഇഡ്ഡലി, എല്ലാം ചൂടാണ് കേട്ടോ. അതുപോലെ തന്നെ പൂരി ഉണ്ടായിരുന്നു. ഇതിക്കൊക്കെ മാച്ചിങ് കറികളുണ്ടായിരുന്നു. സാമ്പാർ ഉണ്ടായിരുന്നു, ചട്ടിനി ഉണ്ടായിരുന്നു, പിന്നെ ദാലൊക്കെ വെച്ചിട്ടൊരു കിഴങ്ങൊക്കെ വെച്ചൊരു കറി ഉണ്ടായിരുന്നു, പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ ബ്രെഡും ജാം. ഇനി നമുക്ക് എൻ്റെ ടീച്ചേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ. പിന്നെ ഇനി ഞാൻ കൂടുതൽ ഓരോന്ന് പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല. നിങ്ങൾ വീഡിയോസ് കണ്ടു നോക്കൂ. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുതേ. അങ്ങനെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ആ ചർച്ചൊക്കെ ഒന്ന് കണ്ട് ഞങ്ങളിനി നേരെ പോകുന്നത് എങ്ങോട്ടറിയോ, ഇനി ബാംഗ്ലൂരിൽ ഒരു ചെറിയ കറക്കം, അത് കഴിഞ്ഞിട്ട് നേരെ വിശ്വേശ്വര മ്യൂസിയം കാണും, പിന്നെ ലാൽബാഗ് ഗാർഡൻ, പിന്നെ കബ്ബൺ പാർക്ക്, പിന്നെ ഞങ്ങൾ നേരെ ഹൈദരാബാദിലേക്കാണ് പോകുന്നത്. ഇനി കൂടുതലായി ഞാൻ സംസാരിച്ച് വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ തന്നെ വീഡിയോ കണ്ടു നോക്കൂ. എന്നും പറഞ്ഞ പോലെ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പൊളി പൊളി പൊളി. എങ്ങനെയുണ്ട് ഗായ്സ് ട്രിപ്പ്? സൂപ്പർ. തുടക്കല്ലേ? എത്ര ദിവസം കിടക്കണം? അതെ, ഞങ്ങൾ പൊളിക്കാൻ കിടക്കുന്നുള്ളൂ. ബാക്കി ബ്ലോഗാണ് ഗൈസ്. മിസ്സാണ്. അതെ അതെ, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. Come on guys. അധികം നേരം നിൽക്കാൻ പറ്റില്ല ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് അടിപൊളി അല്ലേ, ഒരു രക്ഷയില്ല.